കയർ മേഖല ഇന്ന് വലിയ പ്രക്ഷുബ്ധമാണ്. ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് തൊഴിലില്ല, ഈ ചെറുകിട ഉൽപാദകർക്കും രക്ഷയില്ല. ഈ വ്യവസായം മുന്നോട്ട് പോകുന്ന കയറ്റുമതിക്കാരായവർക്കല്ലാതെ ഈ മേഖലയിൽ ആർക്കും രക്ഷയില്ലാത്ത സ്ഥിതിയാണ്. അവര് ഓരോ ദിവസം ചെല്ലുന്തോറും താഴത്തോട്ട് പോവുകയാണ്. ഈ കയർ മേഖലയിൽ ഏതാണ്ട് 10 ലക്ഷത്തോളം തൊഴിലാളികളും അനുബന്ധമായി 5 ലക്ഷം തൊഴിലാളികളും ജോലിയെടുത്ത ഇത് ഇന്ന് അടിഞ്ഞടിഞ്ഞ് താഴത്തോട്ട് പോയി ഇന്ന് 1 ലക്ഷത്തിന് താഴെയാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കോ ഇന്ന് രാവന്തിയോളം പണിയെടുത്താൽ കേവലം 350 രൂപയാണ്. ആ 350 രൂപ സർക്കാരിന്റെ 110 രൂപ അവരുടെ ഇൻകം സപ്പോർട്ട് സ്കീമിൽ പെടുത്തിയ ഫണ്ട് കൂടി ചേർക്കുമ്പോഴാണ് 350 ആകുന്നത്. പക്ഷേ ഈ വ്യവസായത്തെ സംരക്ഷിക്കാനും വ്യവസായത്തെ നിലനിർത്താനും കോടിക്കണക്കിന് വിദേശ നാണ്യം നേടിത്തരുന്ന ഈ വ്യവസായത്തെ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് കുറഞ്ഞ മൂലധനം മുടക്കി കൂടുതൽ തൊഴിലാളികൾക്ക് പണി കൊടുക്കുന്ന ഒരു പരമ്പരാഗത പീഡിത കുടിൽ വ്യവസായമാണ്. ഈ വ്യവസായം നിലനിർത്തുന്നത് ഈ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയും, ഈ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ പരിഹരിക്കാൻ കഴിയും, ഈ രാജ്യത്തെയും നാടിന്റെയും അഭിവൃദ്ധിയുടെ പ്രശ്നമാണ്. അത് കണക്ക് കൂട്ടിക്കൊണ്ട് ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഖേദകരമായ അഭിപ്രായമാണ് AITC സംബന്ധിച്ചുള്ളത്. ഞങ്ങൾ നിരന്തരമായ സമരത്തിലാണ്. ഞങ്ങൾ ഈ 19-ാം തീയതി കേരളത്തിലൊട്ടാകെയുള്ള തൊഴിലാളി കേന്ദ്രങ്ങളിൽ സമരം നടത്തുന്നു. അതോടൊപ്പം അനിശ്ചിത സമരമടക്കമുള്ള സമരത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇതിനെന്തുകൊണ്ടും ഈ രക്ഷിക്കാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിയണം. ഇതിന്റെ കയർ തൊഴിലാളികളുടെ മക്കളാണ് ഇന്ന് ഞങ്ങളുടെ മുൻ തലമുറക്കാർ ആണ് പുന്നപ്രവലാർ സമരം നടത്തിയത്. ആ പുന്നപ്രവലാർ സമരം നടത്തിയതിന്റെ പുന്നപ്രയിലും വയലാറിലും വന്ന് ഇടതുപക്ഷ മന്ത്രിസഭ വരുമ്പോൾ അവിടെ വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് പുഷ്പാർച്ചന നടത്തിയാണ് ഈ മന്ത്രിമാർ അധികാരത്തിലേറ്റിട്ടുള്ളത്. അവർക്ക് ഈ കയർ വ്യവസ്ഥ അറിയൂടെ, അവരുടെ തൊഴിലാളികളെ അറിഞ്ഞുകൂടെ, അവരുടെ മുൻ രക്തസാക്ഷി അറിഞ്ഞുകൂടെ? അവർക്കറിയാൻ പാടില്ലായിട്ടെല്ലാം മറിച്ച് ഇതിനെ അവഗണിക്കപ്പെടുമ്പോൾ വർദ്ധിത വീര്യത്തോടുകൂടി ഈ രംഗത്ത് തൊഴിലാളികൾ ശക്തമായി വരും. അതുകൊണ്ട് ശക്തമായ പ്രക്ഷോഭം നടത്തും. കയർ മന്ത്രി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ കാര്യങ്ങളെല്ലാം കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇല്ല എങ്കിൽ അതിശക്തമായ അതിരൂക്ഷമായ സമരത്തിലേക്ക് AITC പോകും എന്നതിൽ യാതൊരു സംശയമില്ല. കയർ മന്ത്രി ആദ്രവേല ഇതിനെക്കുറിച്ച് നല്ല ധാരണയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ഞങ്ങളെല്ലാം വിളിച്ചുകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി. പക്ഷെ അദ്ദേഹം വേറെ ഒരു കാര്യം ചെയ്ത് ഇതിനു വേണ്ടി പഠിക്കാൻ ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചു. ആ വിദഗ്ധ സമിതി കയറുമായി യാതൊരു ബന്ധമില്ലാത്തവരാണ്. കയർ തൊഴിലാളികളില്ല, കയറുമായിട്ട് അനുഭവ സമ്പത്തില്ലാത്തവർ ആയിക്കോട്ടെ. അതൊരു കോർപ്പറേറ്റ് ഒരു പ്രത്യേക സംവിധാനം. ഡോക്ടറേറ്റ് കിട്ടിയ ഡോക്ടർമാരെ കൊണ്ടുവച്ചിരിക്കുന്നത്. അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു വ്യവസായം നടത്താൻ തീർച്ചയായിട്ടും അതിന്റെ അനുഭവ സമ്പത്ത് പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രത്യേകിച്ച് പരമ്പരാഗത വ്യവസായം, ആധുനിക വ്യവസായമല്ലല്ലോ. ആധുനിക വ്യവസായമാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഒരു പരമ്പരാഗത വ്യവസായത്തിൽ എത്ര ചൂട് പുറകോട്ട് വന്നാൽ എത്ര മീറ്റർ കയറ് പിരിക്കും, എത്ര ത്രെഡ് വേണം, എങ്ങനെയായിരിക്കണം എന്നതിനനുസരിച്ച് തൊഴിലാളികൾ അവരുടെ കൈവിരുതുകളാണ്. ആ കൈവിരലുകളെ മുതലാക്കിയാണ് ഈ വ്യവസായം മുന്നോട്ട് പോയിരുന്നത്. വിദേശ നാണ്യം നേടിയത് ഇന്നും വിദേശ നാണ്യം നേടിത്തരികയാണ്. ഇന്ന് ഈ പ്രകൃതിയോട് ലയിക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ് കയറുൽപ്പന്നം. ആ ഉൽപ്പന്നത്തെ അതുകൊണ്ടാണ് സായിപ്പ് ഇതിനെ കൂടുതൽ പരിശോധിക്കുകയും ഇതിനെ സഹായിക്കുകയും വിദേശ മാർക്കറ്റിൽ വലിയ വിപണി കണ്ടെത്തുകയും ചെയ്തത്. ഇത് ഏറ്റവും പ്രകൃതിയായി ലയിക്കപ്പെടുന്ന പ്രകൃതിദത്ത നാരെന്ന തരത്തിൽ ഏറ്റവും അനുകൂലമായ സാഹചര്യം പ്രകൃതിയിൽ ലഭിക്കും എന്നതാണ്. പക്ഷേ അത് മുതലാക്കാനും ഇടപെടാൻ ആ ഡോക്ടർമാർ അത് ചെയ്യണം. പക്ഷെ ഡോക്ടർമാർ അത് മനസ്സിലാക്കുന്നില്ല. പക്ഷെ ആ തൊഴിലാളി യൂണിയനിലെ തൊഴിലാളികളെ ബന്ധപ്പെടുത്താതെയാണ് ഇത്ര ഒരു കമ്മിറ്റി വെച്ചാൽ സ്വീകാര്യ കാര്യങ്ങൾ ഒരുപക്ഷെ ഞങ്ങൾ അംഗീകരിക്കും. ഇല്ലെങ്കിൽ അതിനെ പ്രതിഷേധിച്ചുകൊണ്ടും ശക്തമായ സമരം ഞങ്ങൾ നടത്തായിരിക്കും.